സ്വാഗതം. ജയറാം നായകനായി എത്തുന്ന എബ്രഹാം ഓസ്ലർ അത് റിലീസ് ചെയ്യാനായിട്ട് ഇനിയും കൃത്യം പറഞ്ഞാൽ 12 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി. ടീസറും ട്രെയിലറും ഒക്കെ പ്രതീക്ഷിച്ച് ആളുകൾ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് ഏറ്റവും കാത്തിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ അത് മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും മമ്മൂട്ടിയുടെ പ്രസൻസ് ജയറാമിന് വലിയ രീതിയിൽ ഒരു അനുഗ്രഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെയും സിനിമ വിജയിക്കട്ടെ. കാരണം മുൻനിര താരങ്ങളായ സുരേഷ് ഗോപിക്കും മോഹൻലാലിനുമൊക്കെ ഇപ്പോൾ വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനിയും പെൻഡിങ്ങിൽ നിൽക്കുന്നത് ജയറാമാണ്. ജയറാമിന് ഒരു വിജയമാണ് ആവശ്യം. ദിലീപിൻ്റെ പോലും സിനിമകൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ജയറാമിൻ്റെ ഒരു വിജയം നമ്മൾ കാത്തിരിക്കുമ്പോൾ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിൽ ഏറ്റവും കൂടുതലായി കേൾക്കുന്ന പേര് മമ്മൂട്ടി തന്നെയാണ്. പലപ്പോഴേ പല റിപ്പോർട്ടുകൾ വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് യാതൊന്നും പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം സസ്പെൻസ് നിറഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് തന്നെ മമ്മൂട്ടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും കാര്യമൊന്നും ശക്തമല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയിൽ മമ്മൂട്ടി ഉണ്ടെന്ന് പോലും പുറത്തു വിടില്ലായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 40 മിനിറ്റിന് മുകളിലാണ് മമ്മൂട്ടി ഈ സിനിമയിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു വേഷം തന്നെ മമ്മൂട്ടി ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു സിനിമയിൽ നായകൻ നിൽക്കുന്നത് പോലും 40-50 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് മമ്മൂട്ടി നിൽക്കുകയാണ് ജയറാമിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പടം വിജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ മികച്ച വേഷമല്ലാതെ മമ്മൂട്ടി അത് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിന് വെറുതെ ഒരു ഒറ്റ സീനിൽ വന്നിട്ട് കഴിഞ്ഞ വർഷം ഒരു സിനിമ വിജയിപ്പിച്ച ആളാണ് മമ്മൂട്ടി. പ്രിയനോട്ടത്തിലാണ് എന്ന സിനിമ വിജയിക്കാനുള്ള ഒരു കാര്യം മമ്മൂട്ടി എന്ന പേര് മാത്രമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സാധാരണ കുഞ്ഞൻ സിനിമയായിരുന്നുവെങ്കിലും മമ്മൂട്ടിയുടെ ഒറ്റ സീനായിരുന്നു ആ സിനിമയെ അതിൻ്റെ മാക്സിമം ഹൈപ്പിലേക്കും ആ മാക്സിമം വിജയത്തിലേക്കും എത്തിച്ചത്. അത് അണിയറ പ്രവർത്തകർ മാത്രമല്ല ജനങ്ങളും സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഫീലും അതുതന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ തന്നെയാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്. വ്യത്യസ്തമായ വേഷത്തിലൂടെ തന്നെ എത്തുന്നു. ഒരിക്കലും ക്രെഡിറ്റ് മമ്മൂട്ടി സിനിമയായിട്ട് അദ്ദേഹം എടുക്കുന്നില്ല. തീർച്ചയായും ഇതൊരു ജയറാം സിനിമയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ജനുവരി 11 മമ്മൂട്ടിയുടെ പ്രസൻസോടെ ജയറാമിൻ്റെ സിനിമ എത്തുമ്പോൾ അതൊരു മഹാവിജയമാകുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അണിയറ റിപ്പോർട്ടുകൾ പറയുന്നത്. നല്ല സിനിമകൾ വരുന്നു മലയാളത്തിൽ എന്നുള്ളത് തന്നെയാണ്. കുറേ സിനിമകൾ പരാജയപ്പെടുമ്പോഴും നല്ല സിനിമകൾ പുറത്തേക്ക് ഇറക്കി വിടുന്നു. കാരണം ജനങ്ങൾ ക്വാളിറ്റിക്ക് നോക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. എന്താണെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ മതി, ജനങ്ങൾക്ക് നല്ല രീതിയിൽ എടുത്താൽ മതി, അവരെ പിടിച്ചിരുത്തിയാൽ മതി എന്നുള്ളത് തന്നെയാണ്. എബ്രഹാം ഓസ്ലറും ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ ജയറാമിൻ്റെയും വമ്പൻ വിജയം, ഒപ്പം മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ കാണാൻ വേണ്ടി ഗംഭീരമായിട്ട് ആളുകൾ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.